ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ വണ്ടി എടുക്കും. ഒരു 1000 രൂപ മാത്രം അടച്ചുകൊണ്ടെങ്കിലും വണ്ടി എടുക്കാം. ഒരു 85-ലധികം മൈലേജ് കിട്ടുന്ന ഇത് ശരിയാ. പ്രൈസ് നോക്കിയാണെങ്കിൽ ആ ഒരു റേഞ്ച് ഹായ് നമസ്കാരം. നമ്മൾ വന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഷൈൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഹോണ്ടയുടെ ഷൈൻ എന്ന് പറഞ്ഞാൽ 2 വീലർ അറിയാത്ത ആരും കാണത്തില്ല. കാരണം 2006 മുതൽ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ബൈക്കാണ്. 125 cc ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ബൈക്കായിരുന്നു ഹോണ്ടയുടെ ഷൈൻ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിക്കോൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വളരെ അടിപൊളി പ്രോഡക്റ്റ് തന്നെയായിരുന്നു. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബഡ്ജറ്റ് താങ്ങാൻ പറ്റും, ഭയങ്കര ഹെവി ബഡ്ജറ്റല്ല, എന്നാലും ആ ബഡ്ജറ്റ് താങ്ങാൻ പറ്റാത്ത എല്ലാവരും എടുത്തുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഷൈൻ. കാരണം 125 cc ഉണ്ട്, പവർഫുള്ളാണ്, അതുപോലെ അത്യാവശ്യം നീളമുണ്ട്, മൈലേജ് ഉണ്ട്, ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്, നമുക്ക് കുറേ നാളധികം യൂസ് ചെയ്യാം. കാരണം ഹോണ്ട എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ്റെ റിലയബിലിറ്റി വളരെ വലുതായിരുന്നു. അപ്പോൾ 2023 ഹോണ്ട പുതിയ ഷൈൻ പുറത്തിറക്കിയിരിക്കുകയാണ് 100 cc. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പോൾ എന്നാൽ വളരെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് ഫ്യൂവലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എബോ 100 ആയി. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ വി മാർക്കറ്റ് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നുണ്ടെങ്കിലും EV എടുക്കാൻ ടെൻഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ കാറ്റഗറിയെ ഉദ്ദേശിച്ച് തന്നെയാണ് ഹോണ്ട ഈ ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു 85-ലധികം മൈലേജ് കിട്ടുന്ന ഇത് ശരിയാ. പ്രൈസ് നോക്കിയാണെങ്കിൽ ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ. 75,000 രൂപ ഒരു ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി. അത് തന്നെയാണ് ഷൈനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്. ആദ്യം നമുക്ക് എഞ്ചിനെ കുറിച്ച് പറയാം. നമുക്കൊരു 98.98 നമുക്ക് 100 എന്ന് പറയാം. ആ ഒരു CC വരുന്ന നമ്മുടെ ഒരു കൺവെൻഷണൽ ഫ്യൂവലിൽ വരുന്ന ഒരു എഞ്ചിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എയർ കൂൾഡാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു പവർ നോക്കുകയാണെങ്കിൽ 7.4 bhp നമുക്കൊരു 7500 RPM നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ എഞ്ചിൻ. അതുപോലെ ടോർക്ക് 8.05 Nm ആണ് വരുന്നത്. അത് നമുക്കൊരു 5000 RPM കിട്ടുന്നത്. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ക്ലച്ച് വെറ്റ് ക്ലച്ച് തന്നെയാണ്. അത് നോർമലി നമ്മുടെ ഈ വാഹനത്തിലെല്ലാം വരുന്ന ആ ഒരു കാറ്റഗറി ക്ലച്ച് തന്നെയാണ്. അത് തന്നെയാണ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ 125 cc 11 ലിറ്റർ ആണെങ്കിൽ ഇതിനകത്ത് 9 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. കുറച്ചുകൂടെ ഒന്ന് ടാങ്കും കാര്യങ്ങളൊന്നും ഒതുക്കിയിട്ടുണ്ട്. ഓവറാൾ വെയിറ്റ് നമ്മുടെ ഷൈൻ്റെ വെയിറ്റ് അറിയാമല്ലോ, ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 99 കിലോ മാത്രമാണ് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഡയമെൻഷൻ വൈസ് നോക്കുകയാണെങ്കിലും 125 cc കുറച്ചുകൂടെ ഓവറാൾ ഒതുങ്ങിയിട്ടുണ്ട്. നീളത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1955 എന്ന് വെച്ചാൽ 2 മീറ്ററിനകത്തുള്ള ലെങ്താണ് വരുന്നത്. അതുപോലെ സീറ്റിൻ്റെ ലെങ്ത് നമ്മുടെ 125 cc ആയിട്ട് കാര്യമായ ഡിഫറൻസിലെന്ന് പറയാം. 677 mm സീറ്റിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ് കാണിച്ചു തരാം, ഇരുന്ന് കാണിച്ചു തരാം. 786 mm സീറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഫുട്ട് കറക്റ്റായിട്ട് താഴെ ഇടുന്നത്. ഒരു നീളം കുറഞ്ഞ ഒരാൾക്ക് പോലും വലിയൊരു പ്രശ്നമോ കാര്യങ്ങളും സീറ്റ് ഹൈറ്റിനകത്ത് വരില്ല. ഒരു 2 വീലറെ സംബന്ധിച്ച് സീറ്റ് ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രശ്നമില്ല. വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ 125 cc കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്ന് പറയാം. 125 cc 160 mm വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് 168 mm വരുമ്പോളം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ റോഡ് കണ്ടീഷനിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതാണ് ഒരു ബേസിക് സ്ട്രക്ചർ വാഹനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി കളർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബേസിക് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഈ ഒരു ഗ്രാഫിക്സിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നമുക്ക് 5 കളറിൽ പ്രോഡക്റ്റ് കിട്ടും. ഇതൊരു ബ്ലൂ ആണ് വരുന്നത്. നമുക്ക് ഗ്രേയിൽ കിട്ടും, റെഡിൽ കിട്ടും, ഗോൾഡൻ കളറിൽ കിട്ടും. അങ്ങനെ 5ഓളം കളറിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. പ്രൈസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 75,000 രൂപ ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്. എക്സ്ഷോറൂം അല്ല, ഓൺ റോഡ് പ്രൈസിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ സ്വിച്ച് കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ കാണാം. ആക്സിലേറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടി കേബിൾ, ഡ്യുവൽ കേബിളാണ് ആക്സിലേറ്ററിൻ്റെ സൈഡിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. മിററൊക്കെ നോർമൽ, നമുക്ക് ഒരു ചെറിയ ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് വലിപ്പം മിററുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹൈ ബീം, ലോ ബീം കാണാം, ഇൻഡിക്കേറ്റർ കാണാം, ഹോൺ ബട്ടൺ കാണാം. അത്രയാണ് ബേസിക് ബട്ടൺ സൈഡിൽ. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സോസ്റ്റ് സൗണ്ട്, നമുക്ക് ഈ ഒരു ബൈക്കിനകത്ത് എക്സോസ്റ്റ് സൗണ്ട് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എങ്കിലും ബൈക്കിനെ സംബന്ധിക്കുമ്പോൾ എക്സോസ്റ്റ് സൗണ്ട് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം കാണും. ഈ എക്സോസ്റ്റ് സൗണ്ട് കേൾക്കുമ്പോൾ പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് തന്നെയാണെന്ന് വളരെ എടുത്തു പറയാനുള്ളൊരു കാര്യം. ഭയങ്കര സ്മൂത്ത് ഫീലാണ് കേട്ടോ. നമുക്കൊരു 100 cc ബൈക്കാണ്, ചെറിയൊരു എഞ്ചിനാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫീല് ഒരിക്കലും നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യില്ല. കാരണം വളരെ സ്മൂത്താണ് എഞ്ചിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഓടിക്കുന്ന സമയത്ത് അനാവശ്യമായ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റ് ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ ആ എഞ്ചിൻ റിഫൈൻമെൻറ്റ് തന്നെയാണ്. പിന്നെ ഹോണ്ട എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് ആ എഞ്ചിൻ ലൈഫ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഓടിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഓടിക്കുമ്പോൾ ഉള്ള മറ്റൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കിങ്. ഇതിനകത്ത് നമുക്ക് കമ്പൈൻഡ് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഇത് കാണിച്ചതാണ് കമ്പൈൻഡ് ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കണ്ട ഈ മേളിലത്തെ ബ്രേക്കായിരിക്കും, ഈ ഒരു ലിവറായിരിക്കും ഫ്രണ്ട് ബ്രേക്ക്. ഇനി ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തരാം.
നമ്മൾ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ താഴത്തെ ലിവർ പിടിക്കും. അപ്പോൾ നമ്മൾ ബാക്കിലെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് 2 ബ്രേക്ക് നമുക്ക് അപ്ലൈ ആയി കിട്ടും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഭയങ്കര ജെർക്കിംഗ് ആയിട്ട് വണ്ടി നിൽക്കുന്നൊന്നുമില്ല, വളരെ സ്മൂത്ത് ഫീലാണ് വണ്ടി നിൽക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. ഇനി ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. വീല് സൈസ് വരുമ്പോൾ നമുക്ക് 17 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്, അലോയ് വീൽസാണ്. പക്ഷേ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. 125 cc നമുക്ക് 18 ഇഞ്ചാണ് അലോയ് വീലിൻ്റെ സൈസ് വരുന്നത്. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. നമ്മുടെ ഡ്രം ബ്രേക്കിൻ്റെ ഡയമെൻഷൻ വരുന്നത് 130 mm ആണ്. ഇത്രയാണ് ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇനി ഹെഡ് ലാമ്പ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്രോം സ്ട്രക്ചറൊക്കെ കൊണ്ടുവന്ന ഒരു ക്ലിയർ വിഷനുള്ള ഒരു ഹാലജൻ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ നമുക്ക് സൈഡിലായിട്ട് കാണാം. ഇത്രയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചേസിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഡയമണ്ട് ട്യൂബുലാർ ചേസസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് ലിവർ കാണാം. ഇനി നമുക്ക് എക്സോസ്റ്റ് സൈഡിൽ കിട്ടിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ കാര്യം. നമ്മൾ നോർമലി ഇത്തരത്തിലുള്ള ബൈക്കുകളിൽ മൾട്ടിപ്പിൾ ആൾക്കാരൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു 1.5 ആൾക്കാർ ഇരുന്നാലും നമ്മുടെ കാല് തട്ടി പൊള്ളാനുള്ള സാധ്യത ഒന്നും വരില്ല. ഈ ഒരു എക്സ്ട്രാ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു അലുമിനിയം കളറും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒന്നുകൂടെ ഡിസൈൻ വേസ് ഒരു വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഫുഡ് റെസ്റ്റൊക്കെ നോർമൽ സ്ട്രക്ചർ തന്നെയാണ്. ബാക്കിലെയും നമുക്ക് ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. 110 mm ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇതാണ് ബാക്കിലെയും. ഫ്രണ്ടിൽ പ്രത്യേകിച്ച് വീൽ സൈസിൽ ഡിഫറൻസ് ഒന്നുമില്ല. 70 ഇഞ്ച് തന്നെയാണ് വീൽ സൈസ് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. ഇനി ടെയിൽ ലാമ്പ് ഡിസൈൻ സ്ട്രക്ചറൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് ടെയിൽ ലാമ്പും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാം. നമ്മുടെ അതുപോലെ നമ്പർ പ്ലേറ്റിനുള്ള പ്രൊവിഷൻ കാണാം. അതുപോലെ സാരി ഗാർഡ്, പിന്നെ ചെയിൻ നമുക്ക് കവർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നമ്മുടെ മഴയത്തൊക്കെ നോർമലി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെയിനകത്ത് അഴുക്കൊക്കെ ആയിട്ട് നമ്മൾ ഡാമേജൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചെയിൻ കവേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുകൂടെ സോൾവ് ആയി കിട്ടും. സാരി ഗാർഡ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഗിയർ നോക്കിയാണെങ്കിൽ നമുക്ക് 4 ഗിയറാണ് വരുന്നത്. എല്ലാം ബാക്കിലോട്ട് തന്നെയാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. 2 രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നും പുഷ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിൽ നിന്നും പുഷ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെൻസർ കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് വണ്ടി സൈഡ് സ്റ്റാൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള സെൻസറാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത്. ഇതാണ് ഇത്രയൊക്കെ ഉള്ളൂ ഒരു ബേസിക് സ്ട്രക്ചർ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ട്. നമുക്ക് വണ്ടിയെ ജസ്റ്റ് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം. അത്യാവശ്യം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. 100 cc ആണെങ്കിൽ പോലും നല്ല റെസ്പോൺസ് വണ്ടി തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്യാവശ്യം പുഷ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഒരു ടോപ്പ് സ്പീഡ് മേ ബി ഒരു 90-100 ബിറ്റ്വീനായിരിക്കും ഇതിൽ ടോപ്പ് സ്പീഡ് വരാൻ സാധ്യത. ക്ലച്ചൊക്കെ ലൈറ്ററാണ് കേട്ടോ. വലിയ ഹാർഡ്നെസ്സോ കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ സൈഡിൽ പറയാനില്ല. വളരെ സ്മൂത്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ എൻജിൻ്റെ സൈഡിൽ നിന്നുള്ള സൗണ്ടാണ്. ഭയങ്കര സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ഫീൽ. ഹോണ്ടയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ആ ഒരു ഫീൽ നമുക്ക് എൻജിൻ സൈഡിൽ നിന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ബ്രേക്കിങ്ങിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴും നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞു കോമ്പിനേഷൻ ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ ബ്രേക്ക് പിടിച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ബ്രേക്കിൻ്റെ ഒരു ഹാഫ് പോർഷനോടെ, ഹാഫല്ല ഒരു 40% പോർഷനോടൊക്കെ അപ്ലൈ ആവും. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ബാലൻസ്ഡ് ബ്രേക്ക് ആയിരിക്കും നമുക്ക് ബാക്ക് ബ്രേക്ക് പിടിച്ചാൽ പോലും കിട്ടുക. പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും പേടിക്കണ്ട. വളരെ നിഷ്പ്രയാസം സിറ്റിക്കകത്തൂടെയൊക്കെ എടുത്ത് കറക്കി മറിച്ച് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. അതിനകത്ത് ഒരു പ്രശ്നമില്ല. വണ്ടിക്ക് വെയിറ്റ് ഭയങ്കര കുറവാണ്. 99 kg മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ ഹാൻഡ്ലിങ് അതുകൊണ്ട് തന്നെ വളരെ വളരെ എളുപ്പമാണ്. പിന്നെ ഹോണ്ട എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നമുക്കറിയാലോ ഭയങ്കര ഹ്യൂജായിട്ടുള്ള സർവീസ് കോസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വണ്ടി കുറേ കൂടെ മാനസികമായിട്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടാക്കുന്ന വണ്ടിയല്ല. അപ്പോൾ ഒരു എൻട്രി ലെവൽ കമ്മ്യൂട്ടർ ബൈക്കിൽ ഒരു 100 cc കാറ്റഗറിയിൽ നമുക്ക് വളരെ വളരെ കണ്ണുപൂട്ടി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഷൈൻ്റെ 100 cc 2-wheeler ബൈക്ക്. ഇതാണ് വണ്ടിയുടെ ഒരു റൈഡ് എക്സ്പീരിയൻസും വണ്ടിയുടെ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ പ്രൈസ് നമ്മൾ പലവട്ടം പറഞ്ഞു. 85,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ വണ്ടി എടുക്കുക. അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ വണ്ടി എടുക്കുക. ഒരു 1000 രൂപ മാത്രം അടച്ചുകൊണ്ടെങ്കിലും വണ്ടി എടുക്കുക. എന്ന് വെച്ചാൽ ഒരു 100% ഫണ്ടിങ് ആണ് അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് പറയുന്നത്. എല്ലാവർക്കും കിട്ടില്ല. നമ്മൾ പല വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഫണ്ടിങ് പ്രൊഫൈൽ അനുസരിച്ച് എപ്പോഴും വേരിയേഷൻ വരും. ഒരു 90% ഒക്കെ ആവറേജ് ഫണ്ടിങ് എല്ലാവർക്കും കിട്ടും. ഒരു വലിയൊരു ലോൺ എമൗണ്ട് നമുക്ക് വരത്തില്ല. 85,000 രൂപ വണ്ടിക്ക് പ്രൈസും വരുന്നത്. അപ്പോൾ അതിനകത്ത് ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ആക്സസറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വണ്ടി നമുക്ക് റിവ്യൂവിനും കാര്യങ്ങളൊക്കെ തന്നത് പനച്ചമൂട്ടിൽ ഹോണ്ടയെന്നാണ്. നമ്മുടെ കൊല്ലത്തെയാണ് ഹോണ്ടയുടെ ഷോറൂം ഉള്ളത്. അപ്പോൾ അവിടുത്തെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.